ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ നാളെ നടക്കാവുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇഷിത പ്രഗ്നന്റ് ആയ വിവരം അറിഞ്ഞിട്ട് അഷിതയും അതുപോലെ തന്നെ മാഷും കൂടി ഇഷിതനെ കാണാൻ വേണ്ടി വരുമ്പോഴേക്കും ഇഷിത അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മാഷ് പറയുന്നുണ്ട്, ആഹാ മോളിവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? പണിയല്ല അച്ഛാ, അടിച്ചു വാരുന്നതല്ലേ ഉള്ളൂ. അഷിത പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അടിച്ചൊന്നും വാരണ്ട. ഞാനിവിടെ വന്ന സമയത്തെ സ്വപ്ന വല്യമ്മ പറഞ്ഞത് നീ റെസ്റ്റ് ചെയ്യുവാണെന്നോ, ഇതാണോ നിന്റെ റെസ്റ്റ് എന്ന് ചോദിക്കാൻ ഇഷിത പറയുന്നുണ്ട്, ഞാനിപ്പോ ഇത്ര നേരം കിടക്കുമായിരുന്നു ചേച്ചി, കിടന്ന് കിടന്ന് മതിയായി, എന്നെ അനങ്ങാനും പിടിക്കാനും സമ്മതിക്കുന്നില്ല ആരും. നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ച തന്നെ. സ്വപ്ന വല്യമ്മക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ അമ്മ നോക്കണ പോലെ ആവില്ലല്ലോ എന്ന് അഷിത പറയാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മാഷും പറയണ്ട്, അതെ അതെ പ്രിയാമണി നോക്കുന്ന പോലെ ആവില്ലല്ലോ മോളെ, നോക്ക് എത്രയും പെട്ടെന്ന് തന്നെ നീ കുറച്ച് ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്ക്, ഫ്ലാറ്റിൽ വന്ന് നിൽക്കുന്നു പറയാണ്. അപ്പൊ ഇഷിത പറയണ്ടേ, എന്താ വെച്ചാ ഇവിടെ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു കുറവുമില്ല, അതെ അമ്മ എന്നെ നന്നായിട്ട് തന്നെയാ നോക്കണത്. ഈ സമയത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അമ്മക്കത് വിഷമമാവില്ലേ? മാത്രല്ല ചിപ്പിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. മോളെ ഈ സമയത്ത് നീ ചിപ്പിയുടെ കൂടെ ഒന്നും കിടക്കരുത് കേട്ടോ, കയ്യും കാലൊന്നും കൊള്ളാൻ പാടില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ മാഷിനൊക്കെ അപ്പൊ തന്നെ ചെറിയൊരു പൊസസീവ്നെസ് വന്ന് തുടങ്ങി കേട്ടോ. അപ്പൊ ഇഷിത പണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ചാ എന്നൊക്കെ പറയുമ്പോൾ അഷിത പറയണ്ടത്, നോക്ക് നീ വലിയ ഡോക്ടറൊക്കെ ആയിരിക്കും, പക്ഷെ ഈ കാര്യത്തിൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണം മോളെ. ആ നിന്നെ കുറച്ച് ദിവസം ഫ്ലാറ്റിലേക്ക് കൊണ്ടു നിർത്തുന്ന കാര്യം അമ്മയും പറഞ്ഞായിരുന്നു. പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസം നീ ഫ്ലാറ്റിലേക്ക് നീ വന്ന് നിൽക്കേണ്ടി വരും, അമ്മക്കും ആഗ്രഹമില്ലേ മോളെ നിന്നെ നന്നായിട്ട് നോക്കണോന്നൊക്കെ. ഓ എന്റെ ചേച്ചി ഞാൻ വന്ന് നിന്നോളാവേ എന്നൊക്കെ പറയാണ്. ആ നിന്നൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്, നിനക്ക് മധുരം തരാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഷിത മധുരമൊക്കെ കൊടുക്കുന്നു കേട്ടോ. അപ്പൊ ഇവര് അകത്ത് കയറി പോണ കാണുമ്പോഴേക്കും മഞ്ജു ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണോ, അനിയത്തി ഗർഭിണി ആയില്ല, അതിനു മുമ്പേ വന്നു ചേച്ചിയും അച്ഛനും എല്ലാരും കൂടിയിട്ട്. ഇവരൊക്കെ എന്തിനാ എപ്പോഴും വന്നോണ്ടിരിക്കണത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അഷിതയും അതുപോലെ തന്നെ മാഷും കൂടി തിരിച്ച് പോവായിരിക്കോട്ടോ. തിരിച്ചു പോണ സമയത്ത് മഞ്ജുവ പറയുന്നുണ്ട്, അതെ അനിയത്തി ഗർഭിണി ആയേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയോ ഇങ്ങോട്ട് വരലും അങ്ങോട്ട് വരലൊക്കെ എന്ന് പറയുമ്പോഴേക്കും അഷിത പറയുന്നുണ്ട്, അതെ എൻ്റെ അനിയത്തി ഗർഭിണിയായി, അത് ശരി തന്നെയാണ്, പക്ഷേ നീ ഇതോടെ ഗർഭിണി ആവാത്തോണ്ട് നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീയേ ഒരു കാര്യം ചെയ്യ്, ഈ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ വിട്ടിട്ടെ നീ നന്നായിട്ട് ജീവിക്കാൻ നോക്ക്, അപ്പൊ നിനക്ക് ഇതുപോലത്തെ സൗഭാഗ്യമൊക്കെ വരും എന്ന് പറയുമ്പോൾ, ഓ അനിയത്തി ഗർഭിണി ആയപ്പോഴേക്കും നിലത്തൊന്നും അല്ലല്ലോ നിങ്ങള് എന്നൊക്കെ പറയുമ്പോഴേക്കും അഷിത പറയണതേ, നിന്റെ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇനി എന്റെ അനിയത്തിയുടെ നേരെ നീ എന്തെങ്കിലുമൊക്കെ പറയോ പിടിക്കോ ചെയ്താ ഞാൻ ഇങ്ങോട്ടേക്ക് വരും, നിന്റെ ഈ മുഖം ഉണ്ടല്ലോ മതിലൊരയ്ക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഷിത അവിടെ നിന്ന് പോവാട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴേക്കും മഞ്ജുമക്ക് ദേഷ്യം വരുന്നുണ്ടും, അവൾക്ക് എന്ത് ധൈര്യമായിട്ട് വേണം എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാനായിട്ട്, വെച്ചിട്ടുണ്ട് ഞാൻ അവളെ എന്നൊക്കെ വിചാരിക്കുകയാണ്. ശേഷം മഞ്ജുമ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇഷിത അവളോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും കേട്ടോ. ഇഷിതേ എന്താ മഞ്ജുമ ചേച്ചി, നിന്റെ ചേച്ചി വന്നിട്ട് എന്നെ ഒരു ഭീഷണിപ്പെടുത്തല്, നിനക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ എന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചേച്ചി മാത്രമല്ല, എനിക്ക് മഞ്ജുമ ചേച്ചി കാരണം എനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആരും മഞ്ജുമ ചേച്ചിനെ വെച്ചേക്കില്ല എന്നൊക്കെ ഇഷിത പറയുമ്പോ, നിനക്ക് എന്ത് സംഭവിക്കാനാടി, പ്രസവിച്ചില്ല അതിനു മുമ്പേ തുടങ്ങി അഹങ്കാരം, എടി നിന്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നല്ലേ ഉള്ളൂ, പ്രസവമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഇഷിതക്ക് വരാത്ത ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാട്ടെ, ഇവരെന്താ ഇങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കണത്, ആ രീതിയൊക്കെ ഇഷിതൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ പോട്ടെ, അവരുടെ വർത്താനം എപ്പോഴും അങ്ങനെയുണ്ടോ, ഒരു വാവിട്ട കോടാലിയാണല്ലോ അവര്, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത തള്ളിക്കളയണം. പക്ഷെ ഇഷിതൊക്കെ ആ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല കേട്ടോ. ഈ മഞ്ജു വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കാണ്. അങ്ങനെ മഹേഷ് വരുമ്പോഴേക്കും ഇഷിതയുടെ മുഖം കാണുമ്പോൾ ചോദിക്കേണ്ടോ, തന്റെ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ, എന്ത് പറ്റിയത് ഈ സമയത്ത് ഇങ്ങനെ വിഷമിച്ചുകൂടാട്ടോ, എന്ത് പറ്റിയടോ, എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയണ്ടോ, ഒന്നുമില്ല എന്ന് പറയാണ്. ഇല്ല എന്തോ ഉണ്ട്, എന്താ കാര്യം, മഞ്ജു ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഇന്ന് അശ്വതേച്ചിയും അച്ഛനും എന്നെ കാണാൻ വന്നിരുന്നു, മഞ്ജുമ ചേച്ചി അവരെന്തോ പറഞ്ഞു, അശ്വതേച്ചി വിട്ടുകൊടുത്തില്ല, അശ്വതേച്ചിയും എന്തൊക്കെയോ പറഞ്ഞു, അതിന്റെ പേരിൽ മഞ്ജുമ ചേച്ചി അവര് പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്നിട്ട് നീ ഗർഭിണി ആയല്ലേ ഉള്ളൂ, പ്രസവിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ രീതിയിൽ സംസാരിച്ചു മഹേഷ്. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി എന്നൊക്കെ പറയാണ്. ആ സമയത്ത് മഹേഷ് പറയണ്ടോ, അവർക്ക് അത്ര ധൈര്യമോ, അവരധികം കാണിച്ചു കൂട്ടിയാലുണ്ടല്ലോ അവരെ ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും, വേണ്ട മഹേഷ് ഒന്നും വേണ്ട, അവരെന്തെങ്കിലും ചെയ്യട്ടെ. അപ്പൊ മഹേഷ് പറഞ്ഞിട്ട് താനിതൊന്നും കണ്ടിട്ടൊന്നും പേടിക്കും ഒന്നും വേണ്ട, നോക്ക് മഞ്ജു ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയാണ്, അവർക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴേ ഒരു കുശുമ്പും കുഞ്ഞായ്മയാണ്, എന്ത് ചെയ്യാനാ, എന്റെ ചേച്ചിയായി പോയില്ലേ അതുകൊണ്ട് സഹിക്കണതാ, പക്ഷെ കൂടുതലായി കഴിഞ്ഞാൽ ആരും സഹിക്കില്ല, ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. ഇപ്പൊ അമ്മക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല, പിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ എവിടെ പോവാനാ, ഒരു വീടോ ഒന്നും ഇല്ലല്ലോ, ജോലിയും ഇല്ല, അതുകൊണ്ടിട്ടാ ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കണത്. അപ്പൊ അവർക്ക് അഹങ്കാരം, അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ മഹേഷ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കണം നമ്മുടെ ആകാശിനെയാണ്. ആകാശ് രചന എടുത്ത് ചോദിക്കുന്നുണ്ട്, രചന ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി, നീ മഞ്ജുമടുത്ത് പറഞ്ഞായിരുന്നോ, എന്ത് കാര്യം,
ഇഷിതേനെ ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ ആ ഡോക്ടറെ ഡീറ്റെയിൽസ് വേണോന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കാര്യം ഒന്ന് സംസാരിച്ചായിരുന്നോന്ന്? ഇല്ല ആകാശ്, അതൊന്നും ഫോണിലൂടെ സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ, നേരിട്ട് തന്നെ സംസാരിക്കണ്ടേ. ഞാൻ മഞ്ജുവിനെ കാണാൻ വേണ്ടി നാളെ പോകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. എത്രയും പെട്ടെന്ന് ചെയ്യണം. നേരത്തെ ആണെങ്കിൽ കുറച്ചൊരു കാര്യങ്ങൾ എളുപ്പവും, അതുകൊണ്ടിട്ടാണ്. ശരി ആകാശ്, എനിക്കറിയാം, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. എന്നിട്ട് എന്ത് സംഭവിച്ചാലും മഞ്ജുമയുടെ തലയെ കെട്ടിവെക്കാലോ. മഞ്ജുമ എന്തിനും ചെയ്തു എന്ന് ആ വീട്ടുകാർ പുറത്തു പറഞ്ഞ് നടക്കൂല. കാരണം മഹേഷിന്റെ പെങ്ങളാണല്ലോ മഞ്ജിമ. അവള് കാരണം ആ കുഞ്ഞെന്തിനും സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അവർക്ക് പറഞ്ഞു നടക്കാൻ പറ്റുമോ? ഇങ്ങനെ അവര് കാരണം സംഭവിച്ചെന്ന് ഒരിക്കലുമില്ല. അവരത് മൂടിക്കെട്ടി വെക്കേ ഉള്ളൂ. അതുകൊണ്ട് മഞ്ജിമനെ കൊണ്ട് തന്നെ നമുക്ക് കാര്യം നടത്തിയെടുക്കാം എന്ന് രചനയും ആകാശിനോട് പറയാണ്. ശേഷം പിറ്റേ ദിവസം തന്നെ രചന മഞ്ജുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. മഞ്ജുമ അടുത്ത് പറയുന്നുണ്ട്, ദേ ഇപ്പോ അവർക്ക് കൂടി വന്നാൽ 1.5 മാസം അല്ലെങ്കിൽ 2 മാസമായിരിക്കും. ഇപ്പോഴാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്, ഇഷിത പോകുന്ന ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. മഞ്ജു പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ തരാം, പക്ഷെ എന്റെ വക കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്. അല്ല, നീ എന്താ ചെയ്യാൻ പോണത്? രചന ഒന്ന് ക്ഷമിക്കേ, ഉടനെ തന്നെ രചനക്ക് ഒരു ശുഭവാർത്ത കേൾക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് പോവാട്ടോ. ഓ, ഇവളെന്താണാവോ ചെയ്യാൻ പോണത് എന്ന് രചനയെ വിചാരിക്കുന്നുണ്ട്. മഞ്ജിമ വീട്ടിലെത്തിയിട്ട് ആലോചിക്കുകയാണ്, അവളെ കുടിക്കുന്ന ജ്യൂസിൽ എന്തെങ്കിലും കലക്കി കൊടുക്കണോ അതോ എണ്ണ ഇട്ടിട്ട് അവളെ വീഴ്ത്തണോ, എന്താണ് അതിനൊരു മാർഗം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ആ, എണ്ണ ഇട്ടിട്ട് തന്നെ വീഴ്ത്താം, എന്നിട്ട് എണ്ണ ചിപ്പിയുടെ കയ്യിൽ നിന്ന് അറിയാതെ പോയെന്ന് പറഞ്ഞാൽ പോരെ. ആ സമയത്ത് രചനനെ വിളിക്കുന്നുണ്ട് മഞ്ജിമ. അതെ രചന, ഞാനൊരു വലിയൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, വലിയൊരു വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ എന്താ നീ കണ്ടുപിടിച്ചത്? അതെ, ഇഷിത നടക്കുമ്പോഴേ എണ്ണിട്ട് വീഴ്ത്തിയാലോ? ഇതൊക്കെ പഴയ ഐഡിയ അല്ലേ മഞ്ജുമ, ഇതൊക്കെ വിട്ടുപിടി. ചിലപ്പോൾ പഴയ ഐഡിയ നമുക്ക് ഗുണം ചെയ്യുള്ളൂ. ഈ മനസ്സുനമ്മയുടെ ഐഡിയ പുതിയ ഐഡിയ ആണ്, എന്നിട്ട് എന്തായി പൊളിഞ്ഞു പാളീസായില്ലേ. അതുകൊണ്ട് ഈ ഐഡിയ വർക്കൗട്ട് ആവുന്നു, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയണ്ടേ. അപ്പൊ ഇതെല്ലാം തന്നെ ആദ്യം ശ്രദ്ധിക്കുന്നുണ്ടോ. ആ കുഞ്ഞിന് എതിരായിട്ട് ഇവർ ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ ആദ്യം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവരുടെ ഓരോരോ ഇതും ദുഷ്ടത്തരങ്ങളൊക്കെ തന്നെ ആദ്യം മനസ്സിലാക്കുകയും അതിൽ നിന്നൊക്കെ തന്നെ ഇഷിതേനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുന്ന ആദ്യയുടെ ഭാഗങ്ങൾ നമ്മൾ ഇനി കാണാൻ പോകട്ടെ. അത് മാത്രമല്ല, ആ കുഞ്ഞ് പ്രസവിക്കണ മുമ്പ് ഇഷിത ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം രചന വഴിയും മഞ്ജിമ വഴിയും പല പല ദുരന്തങ്ങളാണ് ഇഷിതക്ക് ഉണ്ടാവുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇഷിത ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകും. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് മഞ്ജിമനെ കൊണ്ട് ഭയങ്കര പൊറുത്തിമുട്ടോ. മഞ്ജിമയുടെ ദുഷ്ടത്തരങ്ങളൊക്കെ ആദ്യം ചിപ്പി തന്നെ മഹേഷിനെയും ഇഷിതനെ തെളിവടക്കം കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവര് കാരണം ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം ഇഷിതനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുള്ളതൊക്കെ നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ സീരിയലും അതുപോലെ തന്നെ സ്നേഹക്കൂട് എന്ന് പറഞ്ഞ സീരിയലിലെ ലേറ്റസ്റ്റ് പ്രൊമോ അതുപോലെ തന്നെ എപ്പിസോഡിന്റെ റിവ്യൂ ഒക്കെ അറിയാനായിട്ട് ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.